എല്ലാവർക്കും നമസ്കാരം. രമണ ഭഗവാനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പങ്കുവച്ചപ്പം കുറച്ച് ആളുകൾ എൻ്റെ അടുക്ക ചോദിച്ചിരുന്നു, രമണ മഹർഷി പറഞ്ഞിരിക്കുന്നതല്ലേ ഏറ്റവും കറക്റ്റായിട്ടുള്ള ട്രൂത്തായിട്ടുള്ള സ്പിരിച്വാലിറ്റി? ശിവരാത്രിയുടെ ഒരു ഈവൻറ്റിൽ പങ്കെടുത്തവരും നല്ല ഇൻറ്റൻസീവായിട്ടുള്ള 2 പേരാണ്. അതിലൊരാൾ നല്ല ഇൻറ്റൻസീവാണ്. അവരും എന്നോട് പറഞ്ഞു, രമണ മഹർഷി പറഞ്ഞിരിക്കുന്നതല്ലേ അങ്ങനെ ഇരുന്നാൽ പോരെ എന്നെൻ്റെ അടുക്കൽ ചോദിച്ചിരുന്നു. അവർ കേൾക്കുന്നുണ്ടാവാം ഇത്. നോക്കൂ, നാം രമണ മഹർഷി പറഞ്ഞത് ആത്മബോധത്തിൻ്റെ അങ്ങേയറ്റമാണ്. നമ്മൾ തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് പോലെ നാം വിചാരണ ചെയ്യാൻ ഞാൻ മോചനപ്പെടേണ്ടതാണ്. എന്നിൽ സുഖസൗകര്യങ്ങളും എന്നിലുണ്ടാവുന്നതെല്ലാം തന്നെ മായയാണെന്നും ഞാൻ പരമമായുള്ള ആ ഒരു മോക്ഷപ്രാപ്തിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് അദ്ദേഹം ചിന്ത ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആത്മാവാന്നുള്ളത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. സാധന ഇത്ര മാത്രമേ ഉള്ളൂ. യുക്തിബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ യുക്തിയെ അടിയറവ് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹപ്പെട്ട സോള് നിങ്ങളാണ്. നിങ്ങളുടെ യുക്തിയെ നിങ്ങൾക്ക് അടിയറവ് പറയാൻ സാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. രമണ മഹർഷി പറഞ്ഞ ട്രൂത്ത് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കവിടെ നമ്മുടെ യുക്തിയെ നമുക്ക് യുക്തിബോധം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സൃഷ്ടിയുടെ പല തലങ്ങളും നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ തുറക്കപ്പെടും. നമ്മുടെ ആ നിഷ്കളങ്കത കൊണ്ട് നമ്മുടെ ആ ഒരു ഈഗോയിൽ അഹംഭാവം പോകുന്നു. നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിക്കാതെ ആത്മീയതയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കും. നമുക്ക് എന്തിനോടാണോ നമ്മൾ സാധനയാണോ നമ്മൾ ആത്മാവാണോ ബ്രഹ്മമാണോ അതിനോടെല്ലാം നമുക്ക് കൂറു പുലർത്താനും നമുക്ക് അവിടെ ഉറയ്ക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു പ്രജ്ഞ എന്നുള്ള അവസ്ഥ പോലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളൊരു അജണ്ടയാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നാം പ്രജ്ഞ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വേഗം കടന്നു കയറുന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. ഇനി അതിന് സാധ്യമാവാത്തവരാണ് തന്ത്രയും ക്രിയാമാർഗങ്ങളും ഒക്കെ ഉപകരിക്കേണ്ടത്. ഇപ്പം നാമൊക്കെ ചെയ്യുന്നത് ഒരു ക്ഷേത്ര സമ്പ്രദായത്തിൻ്റെ രീതിയിലാണ്. ഇപ്പം നമ്മൾ തന്നെ യോഗീശ്വരലിംഗ സന്നിധി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഭാരതീയ ആധ്യാത്മികത പശ്ചാത്തലത്തിന് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂരാണെങ്കിലും വലിയ വലിയ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഇതിൽ. നാം അവിടെയൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ നമുക്ക് എല്ലാ മനുഷ്യനും ഈ ഭൂമി നിലനിൽക്കുന്നതിന് ഈഗോയുടെ പുറത്താണ്. അപ്പം അഹംഭാവം എല്ലാവരിലും പെട്ടെന്ന് പോകുന്നു. അഹംഭാവം പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതൊക്കെ ലഭിക്കുന്നതാണ്, സ്പിരിച്വൽ തിരിച്ചറിവുകളെല്ലാം. ഇപ്പോൾ ഒരു വ്യക്തി നാച്ചുറലാണ്, സ്പിരിച്വാലിറ്റി നാച്ചുറലാണ്, അത് തന്നെ നമ്മളിൽ സംഭവിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ പലതും അത് സംഭവിക്കാത്തതിൻ്റെ നമ്മുടെ അഹംഭാവം കൊണ്ടുമാണ്. അപ്പം ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാപനമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു യോഗി സമാധി അവസ്ഥയിൽ അവരവരുടെ പ്രാണശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഊർജ്ജമുണ്ട്. നാം അത് സ്വീകരിക്കുമ്പം ഇനി നമ്മൾ എത്ര യുക്തിയുള്ളവരാണെങ്കിലും നമുക്ക് ഇതിനൊന്നും വിശ്വസിക്കാൻ പറ്റാത്തവരാണെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചിന്താഗതി ഉള്ളവർക്കും അവരുടെ സൂക്ഷ്മ ശരീരം ഉണരാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി തന്നെ സറ്റിൽ ബോഡി ആക്ടിവേറ്റ് ആവുകയും അവർ തന്നെ നമ്മൾ പലരും പല ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പറയുന്ന പലപ്പോഴും കേട്ടോ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നാം എല്ലാത്തിനെയും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം. വിശ്വാസമാണെങ്കിലും അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയാണെങ്കിലും എല്ലാം നമ്മുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരാൾ എനിക്ക് അടുത്തറിയാവുന്നൊരു സുഹൃത്താണ്, അവൾ നല്ലൊരു മോട്ടിവേറ്ററാണ്. അദ്ദേഹം പറഞ്ഞാണ്, വിശ്വാസമില്ലായ്മയെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ വരുന്നതെന്ന് ചോദിച്ചു. ഒരു 3-4 പേര് ഇരിക്കുന്നിടത്ത് ഒരു ഇതിലാണ് പറയുന്നത്. അപ്പം ഞാനതിന് ചെവി കൊടുത്തില്ല. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാവരും അങ്ങനെ ആക്കണം. ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാളാണ്. വിശ്വാസമില്ലായ്മ എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നുള്ളത്. പക്ഷെ അങ്ങനല്ല, നമ്മുടെ കാഴ്ചപ്പാടെ മാറിപ്പോവും, നമ്മുടെ ഈ ചിന്താഗതിയെ മാറിപ്പോവും. വിശ്വാസം എവിടെ കിടക്കുന്നു? അനുഭവമാണ്. ഇപ്പം നമുക്കറിയാം, നാം ഇപ്പം ഒരു കാര്യം വായിലിട്ട് ചവച്ചു അല്ലെ രുചിച്ചു നോക്കി. ആ രുചിച്ചു നോക്കുന്ന സമയത്ത് ആ രുചിയും നാമും കൂടി ചേർന്നിരിക്കുന്നുണ്ട്. അതേപോലെ നാം ഒരു നിശബ്ദത അനുഭവിക്കുമ്പോൾ ഒരു സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സൈലൻസിന് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാദം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സുമല്ല ചിത്തവുമല്ല ഒന്നുമല്ല എന്ന് ആദിശങ്കരൻ നിർവാണ ചകത്തിൽ പറയുന്നുണ്ട്. അപ്പം നാം മനസ്സും ബുദ്ധിയും ഒന്നുമല്ലാതിരിക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സാണ് വിശ്വാസം ഒക്കെ തന്നെ. അപ്പം മനസ്സ് പോലും അല്ലാത്ത നാം, ബുദ്ധിയല്ലാത്ത നാം, ശരീരമല്ലാത്ത നാം വേറെ എന്താണ്? ഐ എം എക്സ്പീരിയൻസ്ഡ് എവറി ഡേ. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഈ ലോകത്തല്ല. അപ്പം അതുകൊണ്ട് നന്നായി പറയാൻ പറ്റും, നമ്മുടെ ഈവൻസിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം, അവർ ആ നിമിഷം ഈ ലോകത്തെ അല്ലാതാകുന്നുണ്ട്. അത് നമ്മുടെ ഊർജ്ജ ശരീരം കൂടുതൽ ഉണരുമ്പോൾ നമ്മൾ തന്നെ സുഷുപ്തി അവസ്ഥയിലേക്ക് തന്നെ കടക്കും. അപ്പം അതിനാൽ
തന്ത്ര പോലുള്ള മാർഗ്ഗങ്ങൾ നാം ഉപയോഗിക്കാൻ പറയുന്നത്, അവിടെ എത്താൻ പറ്റാത്തവർക്ക് ആ സ്റ്റേറ്റിലേക്ക് അവരെയാണെങ്കിലും മെല്ലെ എത്തി ക്രിയാമാർഗ്ഗങ്ങൾ. അത് ചിലവർക്ക് ക്രിയാമാർഗ്ഗങ്ങൾ ചെയ്താലും പറ്റില്ല. പക്ഷേ ഏതൊരാൾക്കും താന്ത്രിക മാർഗ്ഗത്തിലൂടെ ഉണർവ് സംഭവിക്കും. അവരെത്ര ഇതാണെങ്കിൽ പോലും, എത്ര അവർക്ക് പറ്റുന്നില്ലേ പോലും, ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതിന് അവർക്കും കൂടിയാണ് നാം സംസാരിക്കുന്നത്. ആദി ഗുരുജി ഫൗണ്ടേഷൻ്റെയും ആദി ഗുരുജിയുടെയും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നാം എപ്പോഴും വാവുകൊണ്ട് പറയുന്നൊരു കാര്യമുള്ളൂ. മുക്തി, മോചനം എന്നുള്ളതാണ്. ലിബറേഷനാണ് നാം സംസാരിക്കുന്നത്. സന്തോഷവുമുണ്ട്. ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ഇടകളിലായിട്ട് 10,000-3000 എൻക്വയറികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇൻറ്റൻസീവായി സാധന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതെല്ലാം സന്തോഷമുണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്നത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നുണ്ടെന്നുള്ളതിലും ഇതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് രമണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ഒരു മനോതലത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉയർന്ന കാര്യമാണ്. നമുക്കതിലേക്ക് വരാം. അതിലേക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ രീതിയിലും സാധന ചെയ്ത് എത്തുക. പിന്നെ ഞാൻ കുറേ അദ്വൈതികളെ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഇത് മനസ്സിൽ വിചാരണ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അനുഭവ തലത്തിലേക്ക് അവരിതുവരെ കൊണ്ടുവന്നിട്ടില്ല. ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പോലും ആത്മാവും ഇല്ല അവിടെ, ബ്രഹ്മവും ഇല്ല അവിടെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈഗോ അടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലരിലും. ഉറയ്ക്കാത്തത് കൊണ്ടാണ്. നമുക്കത് ചിലവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അവർ ഊർജ്ജ ശരീരം ഉണരാതെ നമ്മുടെ ഈ മനസ്സിൻ്റെ ആ ഒരു വികാരാവസ്ഥകളും ഈ ഓർമ്മകളും അല്ലെ ആ സ്റ്റിൽനെസ് ഒന്നും കൈവരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പലരും ഇത് വിചാരിക്കും, ഞാനത് ഉൾക്കൊണ്ടല്ലോ. ഉൾക്കൊള്ളൽ മാത്രമല്ല, നമ്മളതിൽ ഉറയ്ക്കണം. ആ പ്രജ്ഞ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണം. എന്നാൽ ഉറപ്പാണ് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും കർമ്മമുക്തനായി തീരുമെന്നുള്ളതിലും. അതേസമയം എന്നാലത് 100% സാധിക്കുള്ളൂ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാൻ. ബാക്കിയുള്ളൊരു സാധന ചെയ്യുക. ഇൻറ്റൻസീവായുള്ള സാധന തന്നെയാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള സാധനയിലൂടെ നാം കൈവരിക്കുന്നത് ഒരിത് തന്നെയാണ്. നമസ്കാരം.